ഈ ന്യൂസ് കുറച്ച് മുന്നേ വന്നതാണല്ലോ. അതായത് തിരുവനന്തപുരത്ത് കഴക്കൂട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്താ 4 വയസ്സായ ഒരു കുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് അമ്മേന്റെ ആൺസുഹൃത്തിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓക്കെ, ഇത് ഞാനിതിന്റെ ഫുള്ള് കേസ് എങ്ങനെയാന്നുള്ളത് അന്വേഷിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ, ഈ പെണ്ണിന് എന്താ പറയാ, കല്യാണം കഴിഞ്ഞതെന്ന് ആ സമയത്ത് ഭർത്താവ് അല്ലാതെ വേറൊരുത്തനായിട്ട്, ഈ തൻവിറാൽ എന്ന് പറഞ്ഞ ഒരുത്തനായിട്ട് അവിഹിത ബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ അത് ഭർത്താവ് അറിഞ്ഞ്, ഭർത്താവിന്റെ സമയത്ത് ഭർത്താവ് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. ഭർത്താവ് ഉപേക്ഷിച്ച സമയത്ത് കുട്ടീനെ ഇവർ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടിയും ഇവളും പിന്നെ ഈ ആൺസുഹൃത്തും എന്നല്ല, അവളെ കാമുകൻ ജാരൻ എന്നൊക്കെ പറയാം, അതിന്റെ മോൻ്റെ ഒപ്പം എന്താ പറയാ, ഇവര് വേറെ സെപ്പറേറ്റ് ആയിട്ട് താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്താന്ന് വെച്ചാല് ഇവർക്ക് ഈ കുട്ടീനെ ഒഴിവാക്കണം. കാരണം ഈ തൻവീർ ആലത്തിന്റെ കുട്ടിയല്ലല്ലോ, ഇത് വേറൊരുത്തന്റെ കുട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് കുട്ടീനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് കൊന്നത് കുട്ടീനെ. ഓക്കെ, അതേപോലെ എന്താ പറയാ, ഇവർക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഇങ്ങനെയൊക്കെ ഭർത്താവ് ഉണ്ടായിട്ട് വല്ലവന്റെയും കൂടെ കടക്കാനും അവിഹിതത്തിനും വ്യഭിചരിക്കാനും പോണ പെണ്ണുങ്ങൾക്ക് അവർക്കുണ്ടാവണ ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അതിനുണ്ടാവാൻ പോണ പ്രശ്നം ഇതാണ്. ഒന്നെങ്കിൽ ഇവര് കൊല്ലും, ആൺസുഹൃത്ത് കൊല്ലും. അത് പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ റേപ്പ് ചെയ്ത് കൊല്ലും, ആൺകുട്ടിയാണെങ്കിൽ അടിച്ചു കൊല്ലും. അതാണ് ഇപ്പം നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് കുറെയൊക്കെ പെണ്ണുങ്ങളുടെ ഭാഗം നല്ലോണം തെറ്റുണ്ട്. കാരണം ഒരു ഭർത്താവുള്ള സമയത്ത് എന്തിനു മറ്റൊരുത്തനായിട്ട് അവിഹിതത്തിന് പോകേണ്ട ആവശ്യമുണ്ട്? അങ്ങനെ പോകുന്നോണ്ടാണ് ഇങ്ങനത്തെ ഇഷ്യൂ വരുന്നത്. നമ്മൾ എത്ര കേസ് കണ്ടിട്ടുണ്ട്. 4 വയസ്സുകാരനെ പീഡിപ്പിച്ചു, ആൺസുഹൃത്ത് പീഡിപ്പിച്ചു, 2 ലക്ഷം പീഡിപ്പിച്ചു, അമ്മയുടെ ഒത്താശയോടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ 90 അല്ല ഒരു 99% കേസുകളിൽ ഉണ്ടാവണ കാര്യം ഇതാണ്. ഒന്നെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ അടിച്ചു കൊല്ലും, പെൺകുട്ടിയാണെങ്കിൽ പീഡിപ്പിച്ചു കൊല്ലും എന്നുള്ളൊരു സിറ്റുവേഷന്. ഇതൊക്കെ ഒരു എന്താ പറയാ, ഈ സത്യം പറഞ്ഞ ഈ അവിഹിതത്തിനൊക്കെ നാട്ടില് തെരുവില് കെട്ടിയിട്ട് അടിക്കണം, തുണി അഴിച്ച് അടിക്കണം, രണ്ടാളെ പിടിച്ചിട്ട്. അങ്ങനെ ആക്കുമ്പോഴേ അവർക്ക് ഒരു പേടി ഉണ്ടാവുള്ളൂ ഇത് ചെയ്യാണ്ടിരിക്കാൻ. ഇത് എത്രയോ കുട്ടികളാണ് വഴിയാധാരാകണത്, എത്രയോ കുട്ടികളാണ് ചത്തു പോണത്. നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ചാനൽ ഇഷ്ടപ്പെടുന്നു സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്താ പറയുക, ഇങ്ങനെ ആരും പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കാം.